ഹായ്, വിൻറ്റേജ് റെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ ബാങ്കാണ്. പവർ ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണുകളായിരിക്കും. അപ്പോൾ സ്മാർട്ട് ഫോണുകൾക്ക് നമ്മളധികം ഗെയിംസ് കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ ചാർജറൊക്കെ പെട്ടെന്ന് തന്നെ ഡൗൺ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പിന്നെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ മഴ, ഇടി, മിന്നൽ ഇതൊക്കെ കാരണം കറണ്ടും ഒരുപാട് നേരം പോകാനും വരാനും ഒക്കെ അതും സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് ഇപ്പോൾ ഞാനൊരു 1-2 ആഴ്ചയായിട്ട് ഞാനൊരു പവർ ബാങ്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നല്ലൊരു ബാക്കപ്പും ഫോണിന് നല്ലൊരു ഫാസ്റ്റ് ചാർജിങ്ങും ഒക്കെ കിട്ടുന്നൊരു പവർ ബാങ്കാണ്. അർബൻ എന്നൊരു പറഞ്ഞൊരു ബ്രാൻഡാണ് അത് വന്നിട്ടുള്ളത്. 100% ഇന്ത്യൻ ബ്രാൻഡാണ് അർബൻ എന്ന് പറഞ്ഞുള്ള ബ്രാൻഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ അർബൻ എന്ന് പറഞ്ഞിട്ടുള്ള പവർ ബാങ്ക്. ഇത് ജസ്റ്റ് ഒരു 10,000 mAh ഉള്ളൂ. 10,000 mAh തന്നെ നമുക്ക് വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ബാക്കി വീഡിയോ തുടർന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ അർബൻ എന്ന് പറഞ്ഞിട്ടുള്ള പവർ ബാങ്ക് വന്നിട്ടുള്ളത്. 10,000 mAh. ഇതൊരു ടൈപ്പ് സി ഇൻപുട്ട് ഔട്ട്പുട്ട് ടൈപ്പ് സി മോഡൽ പവർ ബാങ്കാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ അവർ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ബാക്കിലും എഴുതിയിട്ടുണ്ട് കാര്യങ്ങൾ. ഇത് ഏതൊക്കെ ഫോണുകൾ എത്ര ടൈംസ് വരെ നമുക്ക് ചാർജ് ചെയ്യാം എന്നുള്ളതിൻ്റെയൊക്കെ ലാർജ് ഫോണുകളുടെയും ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. iPhone 11 Pro ആണെങ്കിൽ 2 ടൈംസ്, സാംസങ് S10 2 ടൈംസ്, 1.7 ടൈംസ് OnePlus 7, 1.5 ടൈംസ് iPad mini. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് ഫോണാണ്. ആൻഡ്രോയിഡ് ഫോൺ തന്നെ ഞാനൊരു 2.5 ടൈംസ് എനിക്ക് ഫുൾ ചാർജിൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു പവർ ബാങ്കിൻ്റെ ഒരു ഒറ്റ ചാർജിൽ 2.5 വരെ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ടുള്ള 22.5 വാട്ടിൻ്റെ QC+PD ചാർജിങ് ആണ് ഇത് വന്നിട്ടുള്ളത്. ടൈപ്പ് സി ഇൻപുട്ട് ഔട്ട്പുട്ട്. പിന്നെ കൂടാതെ 2 വേ ഫാസ്റ്റ് ചാർജിങ് കൂടിയാണ്. നമുക്ക് ടൈപ്പ് സി ആയിട്ടും യൂസ് ചെയ്യാം, നോർമൽ USB ചാർജിങ് വഴിയും യൂസ് ചെയ്യാം. 12 ലെയർ സർക്യൂട്ട് പ്രൊട്ടക്ഷനാണ് വരുന്നത്. ഷോർട്ട് സർക്യൂട്ട് പ്രൂഫ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല മികച്ചൊരു എന്താ പറയുക, നല്ലൊരു നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്നൊരു പവർ ബാങ്ക് എന്ന് തന്നെ ഇതിന് പറയാം. ഇതാണ് വേണ്ടി ഇത്ര അതിൻ്റെ ഒരു ചെറിയൊരു ബോക്സിലായിട്ടാണ് വരുന്നത്. ഇവിടെ തന്നെ അതിൻ്റെ അവരുടെ ബ്രാൻഡിങ് അർബൻ പവർ എന്ന് എഴുതിയിട്ടുണ്ട്. 10,000 mAh മെയ്ഡ് ഇൻ ഇന്ത്യ കേട്ടോ. അവരുടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഫോട്ടോയും കാര്യങ്ങളൊക്കെ. MRP 2,999 കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്കിന്നതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊന്നുകൂടി പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത്. ഇതിലതേ ഒരു കൂടാതെ ഇതിലൊരു 1 year വാറൻറ്റി റീപ്ലേസ്മെൻറ്റ് വരെ അവർ തരുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു എന്താ പറയുക, അവരൊരു സ്ലിപ്പാണിത്. നമുക്ക് 1 year റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്നുണ്ട്. ആ ഇൻവോയ്സിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അവരൊരു വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കണം. എന്നിട്ടാണിത് വാറൻറ്റി നമ്മൾ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമുക്കിത് തുറന്ന് നോക്കാം. ഇങ്ങനെ ഒരു ബോക്സിലാണ് കേട്ടോ വരുന്നത്. സിമ്പിൾ. ഇതിൽ വന്നിട്ട് ഇതേ ഒരു ടൈപ്പ് സി ഒരു ചെറിയൊരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. പിന്നെ ഇതിൽ വന്നിട്ടുള്ള ഒരു യൂസർ മാനുവലാണ്. എന്തൊക്കെ അതിൻ്റെ സ്പെക്കും കാര്യങ്ങളും എഴുതിയിട്ടുള്ളൊരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മുടെ പവർ ബാങ്ക് ഇത് ഇതുണ്ടോ, ഇത്രേ ഉള്ളൂ ആശാൻ്റെ വലിപ്പം. ഒരു ഭയങ്കര ഒരു ലൈറ്റ് വെയ്റ്റും ഭയങ്കര തിന്നുമാണ്. കണ്ടോ, ഇതിൽ പോർട്ടുകൾ ടൈപ്പ് സി ഇൻപുട്ട് ഔട്ട്പുട്ട്, പിന്നെ നോർമൽ ചാർജിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ അതെ ഓരോ ബ്രാൻഡിങ് ഒക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അർബൻ ലോഗോ
ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്, ബാക്കപ്പ് ഉണ്ടോ, ലൈറ്റ് ഒരു 4, ഇവിടെ ഒരു LED വരുന്നുണ്ട്. പോരാ തന്നെ ഇതൊരു എന്താ പറയുക, കവറ് പൊളിച്ചളഞ്ഞേക്കാം. ഉണ്ടോ, നല്ലൊരു ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ളൊരു റബ്ബർ ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ളൊരു എന്താ പറയുക, നല്ലൊരു മേക്കിംഗ് ആണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കാണെങ്കിലും ഉണ്ടോ, ഫ്രണ്ടൊക്കെ നല്ല ഇത്രയും നല്ല നമുക്ക് ഹാൻഡി ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പോക്കറ്റിലൊക്കെ ഓവർ വലിയ ഈ പവർ ബാങ്കൊക്കെ നമുക്ക് ക്യാരി ചെയ്യുന്നതിന് പകരം ഇതുപോലത്തെ ചെറിയ സൈസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനും നമുക്ക് യൂസ് ചെയ്യാനും പോക്കറ്റിലിട്ടിട്ടൊക്കെ യൂസ് ചെയ്യാനും ഒരു ഫോണിൻ്റെ അത്ര തന്നെ വലിപ്പം ഇല്ലാണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു പവർ ബാങ്കാണിത്. ഇതിൽ ഞാൻ സൈസിൻ്റെ കാര്യം പറഞ്ഞു. സൈസ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഒരു പവർ ബാങ്ക് വരുന്നത് ഒരു ATM കാർഡിൻ്റെ അതേ വലിപ്പത്തിലാണ്. കറക്റ്റ് ഒരു ATM കാർഡ് അത്ര തന്നെ ഉള്ളൂ. വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഫിനിഷിങ്, ഒരു പ്രീമിയം ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവർ. അത് തന്നെ നമുക്കൊരു ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള കാരണം. ഒരു പവർ ബാങ്ക് ഇല്ല, അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ലൊരു അത്യാവശ്യം ഒരു ലുക്കും നോക്കിയിട്ട് എടുത്താണ്. പക്ഷേ ആ ഒരു ദൗത്യം പാളിപ്പോയില്ല എന്ന് എനിക്ക് തോന്നി ഇത് കണ്ടപ്പോൾ. കാരണം അത്രയ്ക്ക് നമുക്കൊരു ഇഷ്ടപ്പെട്ടു പോകുന്നൊരു ഫിനിഷിംഗ് ആണെങ്കിലൊക്കെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇൻപുട്ട് പവർ വരുന്നത് മാക്സിമം 22.5 വാട്ട് വരെ മാക്സിമം നമുക്കിതിൽ യൂസ് ചെയ്യാം അഡാപ്റ്റർ. അപ്പോൾ ബാക്കി 18 വാട്ടിൻ്റെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. മാക്സിമം 22.5 വാട്ട് അതാണ് ഇവർ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും തോന്നാം ഇതൊരു 10,000 mAh പവർ ബാങ്ക് അല്ലേ, അപ്പോൾ അതിൻ്റെ വെയിറ്റ് അതിനനുസരിച്ച് കാണുന്നത്. അപ്പോൾ അതും കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 200 ഗ്രാമിലും താഴെയാണ് ഇതിൻ്റെ ഭാരം വരുന്നത്. നിങ്ങൾ ഒരുപാട് ഗെയിമിങ് ഒക്കെ ചെയ്യുന്നവരായിരിക്കും, ഒരുപാട് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും ഫോണിൽ. അപ്പോൾ ഇതുപോലത്തെ ഒരു പവർ ബാങ്ക് ബാക്കപ്പ്, അത്രയും നമുക്ക് ബാക്കപ്പ് കിട്ടുന്നൊരു പവർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അങ്ങനെയുള്ളവർക്കൊരു ബെസ്റ്റ് ചോയ്സ് എന്ന് തന്നെ പറയാവുന്ന പവർ ബാങ്കാണ് ഈ അർബൻ.